നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഭൂമിക്ക് പണി കൊടുത്ത ചൈന ഇപ്പോൾ ആകാശത്തും പണി തുടങ്ങി. വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ ചൈനയുണ്ടാക്കിയ അണക്കെട്ട് ഭൂമിയുടെ ഭ്രമണവേഗം കുറച്ചുവെന്ന് നേരത്തെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരുന്നു. ചൈനയിലെ ഹ്യൂബെ പ്രവിശ്യയിലുള്ള യാങ്സി നദിയിലെ ത്രീ ഗോർജസ് എന്ന അണക്കെട്ടാണ് ഭൂമിയുടെ ഭ്രമണവേഗം 0.06 മൈക്രോ സെക്കൻഡ്സ് കുറച്ചത്. ഇത് ദിവസത്തിന്റെ ദൈർഘ്യം വർദ്ധിപ്പിച്ചുവെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ത്രീ ഗോർജസ് ഡാം. സമുദ്രനിരപ്പിൽ നിന്ന് 175 മീറ്റർ ഉയരത്തിലുള്ള അണക്കെട്ട്. ഇതിന് 39 ലക്ഷം കോടി കിലോഗ്രാം ഭാരമുണ്ട് എന്ന് റിപ്പോർട്ടുകൾ. സമുദ്രനിരപ്പിന് മുകളിലുള്ള വെള്ളത്തിന്റെ ഭാരം ഭൂമിയുടെ ജഡത്വം വർദ്ധിപ്പിക്കുന്നതാണ് ഭ്രമണവേഗം കുറയാനുള്ള കാരണം. 40 ബില്യൺ ക്യൂബിക് മീറ്റർ വെള്ളമാണ് ഈ ഡാമിലുള്ളത്. പ്രകൃതി ദുരന്തങ്ങളും ചന്ദ്രന്റെ സ്വാധീനവുമൊക്കെ കാരണം ഭൂമിയുടെ ഭ്രമണം ഇടയ്ക്കിടെ വ്യത്യാസപ്പെടുന്നതായി നാസ ശാസ്ത്രജ്ഞർ മുമ്പ് കണ്ടെത്തിയിരുന്നു. എന്നാൽ ഭൂമിയുടെ തന്നെ കറക്ക വേഗത്തെ സ്വാധീനിക്കുന്നതാണ് ത്രീ ഗോർജസ് ഡാം. ഇത്തരം ഭീമൻ മനുഷ്യനിർമ്മിതികൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ എത്രത്തോളം ആഴത്തിലാണ് സ്വാധീനിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയായിരുന്നു ശാസ്ത്രജ്ഞർ. എന്നാൽ അഹങ്കാരം മൂത്ത ചൈന ഇപ്പോൾ ത്രീ ഗോർജസ് ഡാം ഓഫ് സ്പേസ് നിർമ്മിക്കുകയാണ് ആകാശത്ത്. ഭൂമിയിൽ നിന്ന് 36,000 കിലോമീറ്റർ ഉയരത്തിൽ ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ 1 കിലോമീറ്റർ വീതിയുള്ള ഒരു കൂറ്റൻ സൗരോർജ്ജ നിരയാണ് ചൈന വിന്യസിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് നിർമ്മിച്ച ചൈന അതേ പേരിൽ ആകാശത്തൊരുക്കുന്നത് മറ്റൊരണക്കെട്ട്. ഭൂമിക്ക് മുകളിലുള്ള മറ്റൊരു ത്രീ ഗോർജസ് ഡാം പദ്ധതി എന്നാണ് ചൈന ഈ പദ്ധതിയെ വിശേഷിപ്പിക്കുന്നത്. പ്രമുഖ ചൈനീസ് റോക്കറ്റ് ശാസ്ത്രജ്ഞനായ ലോങ് ലെഹാവെയാണ് ഈ ആശയം കൊണ്ടുവന്നത്. ഭൂമിയിൽ നിന്ന് 36,000 കിലോമീറ്റർ ഉയരത്തിൽ ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ 1 കിലോമീറ്റർ വീതിയിൽ ഒരു കൂറ്റൻ സോളാർ അറയാണ് അവർ വിന്യസിക്കുന്നത്. ഇവിടെ ഗ്രഹത്തിന്റെ പകൽ രാത്രി ചക്രമോ കാലാവസ്ഥയോ ബാധിക്കാതെ തടസ്സമില്ലാതെ സൗരോർജ്ജം ലഭിക്കുമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. ഈ പദ്ധതിയുടെ സാധ്യതയെ ഊർജ്ജ ഉൽപാദനത്തിന്റെ അടിസ്ഥാനത്തിൽ ത്രീ ഗോർജസ് അണക്കെട്ടിൻ്റെതിന് സമാനമെന്നാണ് ചൈന പറയുന്നത്. ത്രീ ഗോർജസ് അണക്കെട്ടിൽ നിന്ന് പ്രതിവർഷം ഏകദേശം 100 ബില്യൺ കിലോ വാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഞങ്ങൾ ഇപ്പോൾ അവതരിപ്പിക്കുന്ന ഈ പദ്ധതി കൊണ്ട് ത്രീ ഗോർജസ് അണക്കെട്ടിനെ ഭൂമിയിൽ നിന്ന് 36,000 കിലോമീറ്റർ ഉയരത്തിലുള്ള ഒരു ഭൂസ്ഥിര ഭ്രമണപഥത്തിലേക്ക് മാറ്റുന്നത് പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്നതാണ് ഈ സോളാർ ഡാം എന്ന് ചൈന പറയുന്നു. 1 വർഷം കൊണ്ട് അവിടെ ശേഖരിക്കുന്ന ഊർജം ഭൂമിയിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ആകെ എണ്ണയുടെ അളവിന് തുല്യമായിരിക്കുമെന്ന് ചൈന പറയുന്നു. ഈ പദ്ധതിയുടെ വ്യാപ്തിക്ക് സൂപ്പർ ഹെവി റോക്കറ്റുകളുടെ വികസനവും വിന്യാസവും അനിവാര്യമാണ്. ബഹിരാകാശ അധിഷ്ഠിത സൗരോർജ്ജ നിലയങ്ങളുടെ നിർമ്മാണമായിരിക്കും ഓരോ റോക്കറ്റിന്റെയും പ്രധാന ലക്ഷ്യം. CZ-9 പോലെയുള്ള റോക്കറ്റുകൾക്ക് 150 ടൺ വരെ താഴ്ന്ന ഭ്രമണപഥത്തിൽ വഹിക്കാൻ കഴിയുമെന്ന് വിദഗ്ധർ പറയുന്നു. ഇത് നാസയുടെ സാറ്റേൺ വി സ്പേസ് ലോഞ്ച് സിസ്റ്റം ഹെവി ലിഫ്റ്റ് റോക്കറ്റുകളെ മറികടക്കുന്നു. പതിറ്റാണ്ടുകളായി ശാസ്ത്രവൃത്തങ്ങളിൽ ഈ ആശയം ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എങ്കിലും ഈ ദർശനം യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ചൈനയുടെ മുന്നോട്ടുള്ള നീക്കം. ഏറ്റവും വലിയ ഊർജ ഉൽപാദനത്തിനുള്ള ഡാം ആകാശത്ത് നിർമ്മിക്കുക മാത്രമല്ല, മറ്റൊരു പദ്ധതിയും ഇപ്പോൾ ചൈന ആകാശത്തൊരുക്കുന്നു. ബഹിരാകാശത്ത് ലോകത്തെ ആദ്യ സൂപ്പർ കമ്പ്യൂട്ടർ ശൃംഖല നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ അവർ തുടങ്ങിക്കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി AI ശേഷിയുള്ള 12 ഉപഗ്രഹങ്ങൾ ചൈന അടുത്തിടെ വിക്ഷേപിച്ചിരുന്നു. സ്റ്റാർ കമ്പ്യൂട്ടിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായി ചൈന 2800 ഉപഗ്രഹങ്ങളാണ് വിക്ഷേപിക്കാനൊരുങ്ങുന്നത്. അതിന്റെ ആദ്യ ബാച്ചാണ് 12 ഉപഗ്രഹങ്ങൾ. ഇവ വിജയകരമായി വിക്ഷേപിക്കുകയും ഭ്രമണപഥത്തിൽ എത്തിക്കുകയും ചെയ്തുവെന്നാണ് ചൈനയുടെ അവകാശവാദം. സർക്കാർ ഉടമസ്ഥതയിലുള്ള ചൈന എയ്റോസ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി കോർപ്പറേഷനാണ് ഈ നീക്കത്തിന് പിന്നിൽ. ഇപ്പോൾ അയച്ചിരിക്കുന്ന 12 ഉപഗ്രഹങ്ങളിൽ ഓരോന്നിനും സെക്കൻഡിൽ 744 ട്രില്യൺ ഡേറ്റ വരെ പ്രോസസ്സ് ചെയ്യാൻ കഴിയും. സെക്കൻഡിൽ 100 ഗിഗാബൈറ്റ് വരെ ഡേറ്റ കൈമാറാനും ഇവയ്ക്ക് കഴിയും. ഉപഗ്രഹങ്ങളിൽ ഒരു ബഹിരാകാശ അധിഷ്ഠിത AI മോഡലും സജ്ജീകരിച്ചിരിക്കുന്നു. ഉപഗ്രഹ ഡേറ്റ നേരിട്ട് ഭ്രമണപഥത്തിൽ വെച്ച് തന്നെ പ്രോസസ്സ് ചെയ്യാൻ ശേഷിയുള്ളത്. 3 ബോഡി കമ്പ്യൂട്ടർ കോൺസ്റ്റലേഷൻ ഒരു ബഹിരാകാശാധിഷ്ഠിത ഡേറ്റ പ്രോസസ്സിംഗ് ശൃംഖലയായി ഇനി ചൈനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും. ഭൗമോപരിതലത്തിൽ യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും വേണ്ട.
നേരിട്ട് ഭ്രമണപഥത്തിൽ വെച്ച് തന്നെ വലിയ അളവിലുള്ള വിവരങ്ങൾ കമ്പ്യൂട്ട് ചെയ്യാൻ ശേഷിയുള്ള സംവിധാനം. സാധാരണഗതിയിൽ ഭൗമോപരിതലത്തിൽ ഇത്തരം കമ്പ്യൂട്ടിംഗ് സിസ്റ്റങ്ങൾ വയ്ക്കുമ്പോൾ അതിന് ചിലവേറിയ കൂളിംഗ് സംവിധാനങ്ങൾ അനിവാര്യമാണ്. എന്നാൽ ബഹിരാകാശത്ത് നിർമ്മിക്കുന്ന ഈ സൂപ്പർ കമ്പ്യൂട്ടർ ശൃംഖലയ്ക്ക് അത്തരം പരിമിതികളില്ല. ഭൂമിയിലെ മറ്റേതൊരു സൂപ്പർ കമ്പ്യൂട്ടർ സിസ്റ്റത്തെക്കാളും ശക്തമായിരിക്കും ഈ സംവിധാനമെന്ന് ചൈന വിശദീകരിക്കുന്നു. നിലവിൽ ഉപഗ്രഹങ്ങൾ ശേഖരിക്കുന്ന വിവരങ്ങളുടെ 10% മാത്രമാണ് ഭൂമിയിലേക്ക് കൈമാറ്റം ചെയ്യുന്നത്. പലപ്പോഴും ഇത്തരം കൈമാറ്റങ്ങൾക്ക് വലിയ കാലതാമസവും നേരിടും. എന്നാൽ ഭൗമോപരിതലത്തിലെ ഡാറ്റ പ്രോസസ്സിംഗിന്റെ പരിമിതികൾ മറികടന്നുകൊണ്ട് ഭ്രമണപഥത്തിൽ ഉപഗ്രഹങ്ങൾ വഴി സൂപ്പർ കമ്പ്യൂട്ടർ ശൃംഖല സ്ഥാപിച്ചുകൊണ്ട് ചൈന എല്ലാറ്റിനും മീതെ കുതിക്കുന്നു എന്ന തോന്നൽ. ഒരു വശത്ത് പരിധിയില്ലാത്ത സൗരോർജം പ്രയോജനപ്പെടുത്താനായി ബഹിരാകാശത്തെ 3 ഗോർജസ് ഡാം, മറുവശത്ത് സൂപ്പർ കമ്പ്യൂട്ടർ ശൃംഖല. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 36,000 കിലോമീറ്റർ അകലെ വലിയ വീതിയിൽ ഒരു സൗരോർജ പാനൽ. ഭൂമിയിലും ആകാശത്തുമൊക്കെ ചൈന നടത്തുന്ന ഇത്തരം പരീക്ഷണങ്ങൾ മനുഷ്യവാസത്തിന് തന്നെ കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമോ? പ്രകൃതിയെ മനസ്സിലാക്കാതെയുള്ള ആർത്തി പിടിച്ചുള്ള ചൈനയുടെ ഈ പരക്കം പാച്ചിൽ, അതിൽ ഭയപ്പെട്ടു നിൽക്കുകയാണ് ലോകശാസ്ത്രജ്ഞർ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.